ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് PMG പ്ലാമോഡ് ആ ഒരു വൺ വേ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള റൈറ്റ് സൈഡിൽ വരുന്ന വൺ വേ കഫേയിലാണ്. ഇവിടെ ഏകദേശം 12-1 മണി വരെ ഇവിടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ബിരിയാണിയാണ്. ഇവരുടെ കിഡിലം ബിരിയാണിയാണ്. ഞാൻ 2-3 തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ വരുമ്പം കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമൂസ. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് സോസ് ഒഴിക്കുക. ഇനി കുറച്ച് മുക്ക, കണ്ടോ? ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ആണ് ഇത്. ഇവിടെ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക സ്നാക്സും ഹോം മെയ്ഡാണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യം അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. അപ്പോൾ ഇവിടെ ബ്രൗണീസ് ഉണ്ട്, സമോസ ഉണ്ട്, അവരുടെ സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് എൻ്റെ ഒരു സമൂസയും ബിരിയാണി വരും. അപ്പോൾ കാണിക്കും. അപ്പോൾ ഇതാ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി എൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. വൺ വേ കഫേയിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം രാത്രി 12-1 മണി വരെയൊക്കെ 1 മണി വരെ ഒക്കെ കിട്ടും കേട്ടോ. ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ചില സമയത്ത് തീർന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം അവർ ദമ്മ് പൊട്ടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞരിയാണ്, നല്ല സ്പൈസി ഗ്രേവി ഒക്കെ ഉണ്ട്. അത്യാവശ്യം 2-3 പീസ് ഉണ്ട്. എനിക്ക് ചൂടായതുകൊണ്ട് അതിനകത്ത് പറ്റണ്ട. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും പിക്കിളും ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കഴിക്കാം. ഈ സാധനമൊന്നും എനിക്കിഷ്ടമല്ല. ഇത് ഗ്രാമ്പു പട്ട എന്തോ. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും അതിൽ ശല്യങ്ങളൊന്നും വേറെ വരാനായിട്ട് പാടില്ല. എനിക്കിത് വച്ചിട്ടേ ഇങ്ങനെ കഴിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ കഴിക്കണേ. ഞാൻ എന്തു പറയാനും കിടിലം ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. ചിക്കൻ പീസൊക്കെ നല്ല ചൂടാണ്. പറ്റൂല. പാല് കടിച്ച് കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ചൂടായത് കാരണവും അതുപോലെ സൈഡിൽ നോക്കി കഴിഞ്ഞില്ല വണ്ടികളൊക്കെ പാസ് ചെയ്ത്. അപ്പോൾ പിന്നെ എനിക്കൊരു ചമ്മൽ പോലെ. കിഡിലും ചിക്കൻ പീസ് കേട്ടോ. ജ്യൂസി ചിക്കനാണ്. എനിക്ക് നല്ല ഗ്രേവിയുള്ള അങ്ങനത്തെ ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം. ചില സ്ഥലത്ത് ഗ്രേവിയൊന്നും കാണില്ല, ആ ഒരു മസാലയുടെ ടേസ്റ്റും അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും ചില റൈസിന് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് ആ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ പീസും ഒക്കെ കുഞ്ഞരിയും കൂടെ ആകുമ്പോഴത്തേക്കും ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. പറയട്ടോ, ഇതിൻ്റെ റൈസ് കുഞ്ഞരിയാണ്. നല്ല വെൽ കുക്ക്ഡ് ആണ് കേട്ടോ, ഓവർ കുക്കല്ല. അതുപോലെ തന്നെ ഈ തമ്മിൽ ഇങ്ങനെ ഒട്ടൂല, ക്ലാഷ് ആവൂല അരി തമ്മിൽ. നമുക്ക് ഇങ്ങനെ പിറക്കിയെടുത്ത് കഴിക്കാൻ പറ്റും. ഐ ആം ഓൾമോസ്റ്റ് ഡൺ. ഞാൻ ബിരിയാണി കഴിയാറായി. കയ്യെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം. വയറ് നല്ല പെട്ടിയായിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നും കഴിക്കണമല്ലോ, വേസ്റ്റ് ആക്കാൻ പാടരുത്. വേസ്റ്റ് ആക്കരുത്. ഓക്കെ, അപ്പോൾ ബിരിയാണിയുടെ പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ 135 റുപ്പീസാണ് ബിരിയാണിക്ക് വരുന്നത്. ആ സമൂസയ്ക്ക് 26 റുപ്പീസ്. റീസണബിൾ റേറ്റ് ആണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.